ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ചക്കത്തോരനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇടിഞ്ചക്കത്തോരനൊക്കെ വെക്കുകയല്ലേ, അതുപോലെ തന്നെ ചക്കത്തോരൻ വെച്ചതാണ്. അതിൻ്റെ ചകിണിയും മടലും ചുളയും എല്ലാം കൂടി അരിഞ്ഞ് തോരൻ വെച്ചതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിലുണ്ടായ ഒരു കുഞ്ഞി ചക്കയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തുന്നാൽ പിന്നെ ഇതങ്ങ് തോരൻ വെച്ചേക്കാമെന്ന്. ആദ്യം നമുക്ക് ആ ചക്കയൊന്ന് ചെത്തിയെടുക്കാം. വളരെ ചെറിയ ചക്കയാണ്. കണ്ടല്ലേ, ഇത് ഇവിടെ മാത്രമേ ചുളയുള്ളൂ. ഇതിൻ്റെ അടിഭാഗത്ത് ചകിണിയാണ്. ഇതാണ്ടോ. ആദ്യമേ കയ്യിൽ ഇച്ചിരി എണ്ണ തൂക്കാം, എന്നിട്ട് വേണം ചെത്താൻ. അന്നേരത്തിന് നമ്മുടെ ഈ കയ്യിലേക്ക് കറയൊന്നും പറ്റിയല്ല. ഇനി നമുക്കിതിൻ്റെ ഈ പച്ച ഈ ഭാഗം ഒന്ന് ചെത്തിക്കളയണം. ഇച്ചിരി എണ്ണ അതുപോലെ നമ്മൾ നല്ലതായിട്ടൊന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് കൊത്തി അരിയണം. ഇത് ചെത്തുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം, കാരണം കുരുവെ കൊള്ളരുത്. അതുകൊണ്ട് പതുക്കെ അവിടെയൊക്കെ ചെത്താവുള്ളൂ. എന്നിട്ട് നമ്മൾ ആ കുരു ആവുമ്പോഴത്തേന് ആ കുരു അങ്ങോട്ട് നമുക്ക് കുത്തിക്കളയണം. കേട്ടോ, കുരു അതിൻ്റെ ഒരു കട്ടിയുള്ള തൊലി ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്ത് വീഴരുത്. അതുപോലെ ആ കുരു എല്ലാം ഇങ്ങനെ എല്ലാം നമ്മൾ കുത്തി കളയണം. എന്നിട്ട് വേണം അരിയാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണ തൂക്കണം കേട്ടോ. ആ ചക്കയുടെ കറ നമ്മുടെ കയ്യെ പറ്റാതിരിക്കാനാണ്. ആ കത്തിയേലും ആദ്യമേ ഇച്ചിരി എണ്ണ തൂത്തിട്ട് വേണം അരിയാനായിട്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂഞ്ഞിലാണ്. ഇത്രയും കുരുവാണ് കിട്ടിയത്. ആകെ 10 കുരുവേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചക്ക കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ ചിരകിയതുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ ഒരു പകുതി ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ അത്രയും വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 1/4 ടീസ്പൂണില്ല, ഒരു നുള്ളു കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ളു ജീരകം കൂടി പോകരുത്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിലും മതി, അത് നല്ലതായിരിക്കും. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത്തിരി അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മതി. മുളകൊക്കെ ഒന്ന് അരയണം. ഈ തേങ്ങ ഒത്തിരി അരഞ്ഞു പോകരുത്. ഇതൊക്കെ നമ്മുടെ എരിവും ഒക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർക്കുക. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് വറുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്,
കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടുകൂടിയിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിട്ട് നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ ചക്ക ഇടാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തുനിന്നും പിടിക്കണം. ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കണം. അപ്പോൾ ഉപ്പ് ഇത് മാത്രം മതി, എണ്ണയും കൊണ്ട് ഇത് വെന്തോളൂ. മൂടി വെച്ച് വേവിക്കണം. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അരപ്പും ചക്കയെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. കുഴഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട്. പെട്ടെന്ന് വേവും കേട്ടോ ഇത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. കാരണം അരപ്പൊന്ന് ആവി കയറാൻ വേണ്ടിയാണ്. കുറച്ച് നേരം മതി. ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ചക്കയല്ല വലിയ ചക്കയാണെങ്കിൽ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് ഇതുപോലെ തോരൻ വെക്കാം.